ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജുകളിലും, കോഴിക്കോട്, ആലപ്പുഴ തുടങ്ങിയ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സർജറി ചെയ്താൽ തുന്നിക്കൂട്ടാനുള്ള നൂല് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. സർജിക്കൽ ഉപകരണങ്ങളില്ല, മരുന്നില്ല. മറ്റ് സർക്കാർ ആശുപത്രികളിലും മരുന്നില്ല. ഇപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞത്? എന്താണ്? ഇരന്നു മടുത്തു. സർജിക്കൽ എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ടിയിട്ട് ആളുകൾ രോഗികളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ വരുന്നവർ കടം മേടിച്ചും വല്ലാതെ പ്രയാസപ്പെട്ടും ഒക്കെയാണ് ഈ ഉപകരണങ്ങളുമായി കൊണ്ടുവരണം. അതായത് രോഗി തന്നെ സാധനങ്ങളുമായി വന്നാൽ മാത്രമാണ് സർജറി നടത്തുന്നത്. നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങി, ഒരുപാടെണ്ണം മുടങ്ങി. പലതും കൃത്യമായി നടത്താൻ പറ്റുന്നില്ല. 5-6 മാസത്തെ ഡേറ്റ് കൊടുത്തിട്ടാണ് പലപ്പോഴും ശസ്ത്രക്രിയ നടത്തുന്നത്. ആ ശസ്ത്രക്രിയകൾ പോലും നടത്താൻ കഴിയുന്നില്ല. ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യമല്ല, ഇതൊരു മെഡിക്കൽ കോളേജിലെ കാര്യമല്ല, ഇത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നിലവിലിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇല്ലാതായി. ആരോഗ്യ കിരണം പദ്ധതി, കാരുണ്യ ബെനവലൻ്റ് ഫണ്ട്, ഹൃദ്യം, JSSK തുടങ്ങിയ എല്ലാ പരിപാടികളും നിലച്ചു. കോടികളാണ് കൊടുക്കാനുള്ളത്. എന്താ മരുന്ന് കിട്ടാത്തത്? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ്. ഈ കഴിഞ്ഞ മാസം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് വിതരണം നടത്തുന്ന കമ്പനികൾ മരുന്നിൻ്റെ വില കിട്ടാത്തതുകൊണ്ട് അവർ 30% വില വർദ്ധിപ്പിച്ചു. കാരണം എന്തെങ്കിലും കിട്ടും. പലരും വിതരണം നടത്തുന്നില്ല. പ്രധാനപ്പെട്ട കമ്പനികൾ മുഴുവൻ വിതരണം മുടങ്ങി. മരുന്ന് മാത്രമല്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മേടിക്കുന്നത്, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് അടക്കമുള്ള മുഴുവൻ ശസ്ത്രക്രിയ ആവശ്യമുള്ള, ആശുപത്രിക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും നേരത്തെ ഇൻഡൻറ്റ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ആശുപത്രികളിൽ നിന്ന്, സർക്കാർ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എല്ലാവരും ഇൻഡൻറ്റ് കൊടുത്തിട്ട് ആ ഇൻഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് ഈ പരിപാടി നടത്തുന്നത്. അതിൻ്റെ പ്രൊസീജിയർ അതാണ്. അപ്പോൾ എങ്ങനെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നില്ല.